നമുക്കിന്നൊരു ആഫ്രിക്കൻ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്താലോ? അതിനായി ഞാൻ വന്നിരിക്കുന്നത് താൻസാനിയയിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള കരിയാക്കു മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ദാറുസലാമിലാണ്. ദാറുസലാമിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണക്കാരുടെ ജീവിതം അടുത്തറിയാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, ഡ്രസ്സുണ്ട്. അങ്ങനെ നമുക്ക് ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ്സും സ്നാക്സും ഒക്കെ ഉണ്ട്. പഴം നിറച്ചതുപോലെ ഒരു സാധനം ഞാനിവിടെ കണ്ടു. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഈ മാർക്കറ്റ് അത്ര സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല. നമുക്കിവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും നോ ഫോട്ടോ നോ വീഡിയോ. അതുകൊണ്ട് ഞാൻ ആൾക്കാരെ ഒന്നും ഫോക്കസ് ചെയ്തില്ല, അല്ലാണ്ട് സാധനങ്ങൾ മാത്രം, അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകളൊന്നും രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരരുതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം ഇവിടെ പിക്ക് പോക്കറ്റിംഗ് പോലുള്ള പിക്ക് പോക്കറ്റിംഗ് ഒക്കെ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു പകൽ സമയത്താണ് ഇതെല്ലാം കാണാൻ വന്നത്. ഇന്ത്യയിലെ ഒരു സാധാരണ മാർക്കറ്റിലൊക്കെ കാണുന്ന പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ. പൊതുവേ ആഫ്രിക്കൻ മാർക്കറ്റുകളിലെല്ലാം വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്പിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ, അവർ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ആഫ്രിക്കൻ മാർക്കറ്റ് എന്നൊക്കെയാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. എല്ലാം പുതുപുത്തൻ സാധനങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. തിരുവനന്തപുരത്തുകാർക്ക് അറിയാം ചാല മാർക്കറ്റ്. അതിൻ്റെ അകത്ത് കയറിയ ഒരു ഫീലാണ്. ചില സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വണ്ടികളും ലോറിയൊക്കെ വരുന്ന ഒരു തിരക്ക് കൂടിയ മാർക്കറ്റ്.